എടാ രാഹുൽ മാങ്കൂട്ടമേ, നാണമില്ലാത്തവനെ, എടാ നാണമുണ്ടെങ്കിൽ നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ MLA സ്ഥാനം രാജിവെക്കണം. നിനക്ക് വല്ല ലൈംഗിക വൈകൃതമാണെന്ന് പോയി ഒന്ന് ചികിത്സിച്ച് നോക്കടാ. വാർത്തയിലേക്ക് വരാം. കേരള ന്യൂസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. എങ്ങനെ ചോദിക്കാതിരിക്കും? അതായത് ഇന്നലെ ഏറെ ഞെട്ടിപ്പിച്ച് കളഞ്ഞൊരു പരാതി വന്നത് ഒരു ട്രാൻസ് വുമൺ ആയിട്ടുള്ള അവന്തികയുടെ ഭാഗത്തു നിന്നാണ്. ആ പെൺകുട്ടി പറയുന്നു, എന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു അത്രേ. അതായത് രാഹുൽ മാങ്കൂട്ടം ഹൈദരാബാദിലും ബംഗളൂരുവിലൊക്കെ കൊണ്ടുപോയിട്ട് തന്നെ റേപ്പ് ചെയ്യണമെന്ന് പറഞ്ഞുവെന്ന് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് വുമൺ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്ന് പറയുകയാണ്. ആ മാധ്യമത്തിൽ നിന്ന് പ്രതികരിക്കുന്ന സമയത്ത് ഇവർ കാണിച്ചു തരുന്നുണ്ട് ഏത് രാഹുൽ മാങ്കൂട്ടം അതിനു മുമ്പ് ആ സമയത്ത് തന്നെ വിളിച്ചിട്ടുള്ള ഫോൺ കോൾസിന്റെ ആ ഹിസ്റ്ററി കാണിച്ചു തരുന്നുണ്ട്. എന്ത് നാണം കെട്ട, എത്ര വൃത്തികെട്ട ഒരു ചിന്താഗതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. പുറത്തു വരുന്ന എല്ലാ ഈ രീതിയിലുള്ള കേസുകൾ എടുത്തു നോക്കുമ്പോൾ ഇയാൾക്കെന്തോ ലൈംഗിക വൈകൃതമാണെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. ഇവരെന്തോ മാനസിക രോഗിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതായത് അവന്തിക പറഞ്ഞിട്ടുള്ള പരാതി സത്യമാണെങ്കിൽ സത്യത്തിൽ ഇവനെ പോലുള്ള ആളുകളൊക്കെ പൊതുരാഷ്ട്രീയ രംഗത്ത്, പൊതുപ്രവർത്തന രംഗത്ത് തുടരാൻ ഒരു നിമിഷം പോലും അർഹനല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്യണം എന്ന രീതിയിൽ, ഒരു ട്രാൻസ് വുമനെ റേപ്പ് ചെയ്യണം എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ നിയമസഭാ സാമാജികനായിട്ട് തുടരുന്നു എന്ന് പറയുന്നത് എത്ര ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ്. മാത്രവുമല്ല, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ഉയർന്നു വന്നിട്ടുള്ള ആ ഒരു ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളുടെ പ്രതികരണം ഏത് രീതിയിലായിരുന്നു ഇന്നലെ മാധ്യമങ്ങളുടെ മുമ്പിൽ? എന്ത് ധാർഷ്ട്യത്തോടെയാണ് അയാൾ പ്രതികരിക്കുന്നത്? അപ്പോ ഇയാളിലെ ഉള്ളിലെ സൈക്കോയെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടം വന്നിട്ട് ഈ വിഷയമൊക്കെ നിസ്സാരവൽക്കരിച്ചെന്ന് പറയുകയാണ്. എന്തൊക്കെ രീതിയിലുള്ള തെളിവുകളാണ് രംഗത്ത് വന്നിട്ടുള്ളത്? അതായത് ഒരു പെൺകുട്ടിയെ ഗർഭിണിയാക്കുന്നു, ആ പെൺകുട്ടിയെ ഗർഭിണിയാക്കി ആ പെൺകുട്ടിയെ അവസാനം വല്ലാത്ത ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നു. ശേഷം ആ പെൺകുട്ടിയോട് അബോർഷൻ ചെയ്യണമെന്ന് ഇയാൾ പറയുന്ന, അതായത് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെടുന്ന ഒരു വീഡിയോ ആണ്, ഒരു ഓഡിയോ സന്ദേശമാണ്, ഒരു കോൾ റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മാധ്യമങ്ങൾ അതാണ് പുറത്തുവിട്ടിട്ടുള്ളത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമാണ്. അത്തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് ഇവിടുത്തെ മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. നമ്മളൊക്കെ കേട്ടതാണ്. അപ്പൊ അത് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്താണ് പറഞ്ഞത്? ആ പെൺകുട്ടി തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു. അതുപോലെ തന്നെ ഹണി തനിക്കുണ്ടായിട്ടുള്ള ദുരനുഭവം തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വരുന്നു. പേരുകളിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. ബാക്കിയെല്ലാ ആളുകളും സമാനമായിട്ടുള്ള രീതിയിലൂടെ കടന്നുപോയിട്ടുള്ള ആളുകളാണ്. ചില ആളുകളൊക്കെ ഈ വേട്ടക്കാരന്റെ കയ്യിൽ നിന്ന് അതിതന്ത്രപരമായിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. നോ പറഞ്ഞ് രക്ഷപ്പെട്ടവരുണ്ട്. നിയമസഭാ സാമാജികനായിട്ട് ഇവനൊക്കെ ഒരു നിമിഷം ഇരിക്കാനുള്ള അർഹതയില്ല എന്നുള്ളതാണ്. അതായത് രാഹുൽ മാങ്കൂട്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, അതായത് രാത്രിയാകുമ്പോൾ മോളൂസെ സുഖമാണോ, മോളൂസെ വരുന്നുണ്ടോ, ഏത് ഡ്രസ്സ് ഇട്ടേക്കണം എന്നൊക്കെ ചോദിക്കുന്ന ഇവനെ പോലുള്ള ആളുകളൊക്കെ സത്യത്തിൽ നിയമസഭയുടെ മാന്യത പോലും ഇല്ലാതാക്കുകയാണ് ചെയ്യുക. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടൊക്കെ ഒരു ഉളുപ്പില്ലാതെ ഇങ്ങനെ കിടന്നിട്ട് ഇതിനൊക്കെ ന്യായീകരിച്ച് രംഗത്തേക്ക് വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ യൂത്ത് കോൺഗ്രസ് സ്ഥാനം രാജിവെച്ചതുകൊണ്ട് ആർക്കാണ് ഗുണമുള്ളത്? കോൺഗ്രസ്സുകാര് രാജിവെപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ചുമന്ന പോലെ. പക്ഷെ ഈ നാട്ടിലെ ജനങ്ങൾ ചുമക്കേണ്ട കാര്യമുണ്ടോ? ഈ നാട്ടിലെ ഒരു ജനപ്രതിനിധിയായിരുന്നിട്ട്, ഒരു നിയമസഭാ സാമാജികനായിട്ട് ഇരുന്നിട്ട് അയാൾ ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ? ഇവനെ പ്രജ്വൽ രേവണ്ണ എന്ന് വിളിച്ചില്ലെങ്കിൽ അതിശയമുള്ളൂ. അത്തരത്തിലുള്ള ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ചിലതൊക്കെ നമ്മൾ പറഞ്ഞു തന്നെ പോകണമല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു MP മകൾ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അതായത് ഇവനൊരു സ്ഥിരം ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ഒരാളാണ് എന്നുള്ള കാര്യം ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കാട്ടപ്പെടുകയാണ്. ഒരു കേസാണെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം, 2 കേസാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കാം. ഇത് നിരവധി കേസുകൾ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നു. ഞെട്ടിപ്പിക്കുന്ന ചാറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഇവനെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുകൊണ്ട് കാര്യമായില്ല. ഇവനെ മാറ്റേണ്ടത് MLA സ്ഥാനത്ത് നിന്നാണ്. ഇവൻ MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ചാണ് പോകേണ്ടത്. ഇനി സതീശനും ഷാഫി പറമ്പിലൊന്നും ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്നേ. ഇപ്പൊ തന്നെ ഈ റിനി എന്ന് പറയുന്ന പെൺകുട്ടി എന്താണ് പറഞ്ഞത്? ഞാൻ പരാതി കൊടുത്തിരുന്ന ഒരു 3.5 വർഷം മുമ്പ് എന്നാണ് പറഞ്ഞത്. അപ്പൊ 3.5 വർഷം മുമ്പ് പരാതിയൊക്കെ കൈ കിട്ടിയിരുന്നു. എന്നിട്ട് എന്താണ് സതീശൻ ചെയ്തത്? സതീശൻ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്റെ മകളെ പോലെയാണ്. എന്റെ ഈ മകൾക്ക് വേണ്ടി എന്താണ് ചെയ്തത്? മകൾക്ക് വേണ്ടി ആരോപണ വിധേയനായിട്ടുള്ള ഈ പ്രതിയെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എന്താക്കി? യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനാക്കി, MLA ആക്കി. ഇതാണോ ആ മകളോട് ചെയ്ത നീതി? ഇതിനെ നീതി കേടുന്നാണ് സതീശ പറയുക. എന്റെ മാധ്യമ പ്രവർത്തകർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എന്നെ കൊടുക്കാൻ നോക്കണ്ട, എന്നെ കൊടുക്കാൻ കുറെ നോക്കിയില്ലേ, എനിക്ക് ഈ പറയുന്ന വിഷയത്തിലൊന്നും ഒരു പങ്കുമില്ല എന്നൊക്കെ പറഞ്ഞ് കൈ കഴുകുന്ന സാഹചര്യങ്ങൾ നാളെ ഉണ്ടോടോ സതീശ തനിക്ക് എന്നാണ് ചോദിച്ചു പോകുന്നത്. തനിക്ക് ഇത്രയും ഉളുപ്പുണ്ടോ? താനൊക്കെ മുഖ്യമന്ത്രിയായിട്ട് ആകാൻ വേണ്ടി നടക്കുന്നത് കാണുമ്പോൾ തന്നെ ഇപ്പോ ഈ ഒരു വിഷയമൊക്കെയായിട്ട് ബന്ധപ്പെട്ട് നാണക്കേട് തോന്നിപ്പോവുകയാണ്. എന്തായാലും ഇന്നലെ സമ്മതിച്ചല്ലോ, പരാതി തന്നിരുന്നു എന്ന് സമ്മതിച്ചല്ലോ. അത് വലിയൊരു ഭാഗ്യം. അത് അബദ്ധം സംഭവിച്ചതാണ്. ഇന്നിനിപ്പോ ചോദിക്കുമ്പോൾ മാറ്റി പറയാനുള്ള സാധ്യത ഉണ്ടാകും.
എന്തായാലും വി ഡി സതീശ, നിങ്ങളെ പോലൊരു പ്രഹസന നേതാവ് വേറെയില്ല. സത്യത്തില് വി ഡി സതീശനാണ് ആദ്യം രാജിവെക്കേണ്ടത്. ഒരു പ്രതിപക്ഷ സ്ഥാനത്തിരുന്നിട്ട് ഇങ്ങനെ ഒരു പരാതി കിട്ടിയിട്ട് ഈ പരാതിയുമായി ബന്ധപ്പെട്ട പോലീസിനെ പോലും സമീപിക്കാതെ ഇയാൾ അതങ്ങ് ഒത്തുതീർപ്പാക്കി വിട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ രീതിയിലാണോ പ്രതികരിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള പ്രതികരണമാണോ ഒരു പ്രതിപക്ഷ നേതാവ്, കേരളത്തിന്റെ ഒരു പ്രതിപക്ഷ നേതാവ് രേഖപ്പെടുത്തേണ്ടത്? വളരെ തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു 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 നിലപാട് അല്ലെങ്കിൽ ഒരു പ്രതികരണം ഒന്ന് പറയാതെ വയ്യ. ഇനി ഷാഫി പറമ്പിൽ, എവിടെ പോയി ഷാഫി പറമ്പിൽ? ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും അറിയാലോ എന്തായിരുന്നു, തോളോട് തോൾ ചേർന്നാണ് നടന്നുകൊണ്ടിരുന്നത്. പുള്ളി ബീഹാറിലേക്ക് പറന്നിരിക്കുകയാണ്. അപ്പോ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയങ്ങളൊക്കെ ഷാഫി പറമ്പിൽ അറിയുമല്ലോ എന്നൊക്കെ നമുക്കറിയണ്ടേ? മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ഓടുകയാണ് ഷാഫി പറമ്പിൽ. എവിടെ പോയി? എല്ലാവരും ഇത്തരത്തിലുള്ള ഇത്തരം തെമ്മാടികളെയൊക്കെ ശരിക്കും ജനങ്ങൾ കണ്ണു തുറന്ന് കാണുന്നുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് ഇത്തരം തെമ്മാടികൾക്കൊക്കെ വലിയ രീതിയിലുള്ള ചൂട്ടും പിടിച്ചിറങ്ങുന്ന ആരാണ്? ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയ രാഹുൽ ഈശ്വർ, എടാ മണ്ട, ഇതൊരു ഒരു കേസാടാ, നീ പ്രതികരിക്കടാ എന്നൊക്കെ പറഞ്ഞു. നാണം ഉണ്ടോടാ രാഹുൽ ഈശ്വറെ? എല്ലാത്തിനെയും ഇതുപോലെയുള്ള കുറെ എണ്ണത്തിനെയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന് കുറെ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി കുറെ ആളുകളുടെ ഇടയിലൊക്കെ ഈ മാനസിക വൈകൃതം ബാധിച്ചുള്ള കുറെ ആളുകളുടെ ഇടയിൽ ഹീറോ ആവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ നിനക്ക് നാണം ഉണ്ടോ എന്ന് ചോദിച്ചു പോവാണ്. നീയൊക്കെ പണ്ട് ഒരു കൈപ്പണി നടത്തിക്കൊണ്ട് ഒരുത്തനെ ആഘോഷമാക്കിക്കൊണ്ട് നടന്നല്ലോ, എന്നിട്ട് അവന് വീണ്ടും പിടികൂടിയതൊക്കെ നമുക്കറിയാലോ അല്ലെ, ഒരു ലീഗനെ. അപ്പൊ അതുകൊണ്ട് കൂടുതലൊന്നും അങ്ങോട്ടേക്ക് പോകുന്നില്ല. രാഹുൽ മാങ്കൂട്ടമൊക്കെ എന്നും ഈ വേട്ടക്കാരനൊപ്പമാണെന്ന് ആർക്കാണ് അറിയാത്തത്? നീയൊക്കെ ഈ ഉദാഹരണ സഹിതം നിരത്തുന്ന കുറെ ആളുകളുടെ പേരുണ്ടല്ലോ, ആ പേരുകളൊക്കെ വേട്ടക്കാരുടെ ലിസ്റ്റിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഈ ഇത്തരത്തിലുള്ള തുറന്നു പറച്ചിൽ നടത്തിയിട്ടുള്ള പെൺകുട്ടികൾക്കെതിരെ വലിയൊരു രീതിയിലുള്ള സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്താണ് സതീശും സംഘവും പറയുന്നത്? ഞങ്ങളുടെ നേതാക്കളും ഞങ്ങളുടെ പ്രവർത്തകരൊന്നും ആക്രമണം നടത്തുന്നില്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പ്രവർത്തകർ തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മിസ്റ്റർ വി ഡി സതീശൻ. ആ ഒരു ആക്രമണം തടയാൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനിയും പലരും തുറന്നു പറയുമെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ തുറന്നു പറഞ്ഞിട്ടുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വേട്ടയാടലുകൾക്ക് വിധേയരാകുന്നുണ്ടെന്ന് അവർ സമൂഹ മാധ്യമങ്ങളോട് എന്തായാലും എഴുതിയിടുമെന്ന് നിങ്ങൾക്കറിയാം. അത് എഴുതിയിട്ടിട്ടുമുണ്ട്. അങ്ങനെ എഴുതിയിടുമ്പോൾ ഇനിയും പറയാനായിട്ട് നിൽക്കുന്ന പല ആളുകളും പറയില്ല, അവർ പേടിച്ച് പിന്മാറുമെന്ന് നിങ്ങൾക്കറിയാം. തന്ത്രപരമായ നീക്കം എന്നാണ് അതിന് പറയേണ്ടത്. ഇനി രാഹുൽ മാങ്കൂട്ടം ഈ പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് എന്ന നിലയിൽ അത്ര വലിയ വെടിപ്പുള്ള നേതാവെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഓർക്കുന്നില്ലേ, ധീരജ് രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരന്റെ മകനായിരുന്നു. ആ പയ്യനെ കോൺഗ്രസ്സുകാരൻ തന്നെ, യൂത്ത് കോൺഗ്രസ്സുകാരനെ നെഞ്ചിൽ കത്തി കുത്തി കയറ്റി കൊന്നു കളഞ്ഞപ്പോ, എന്നിട്ട് ആ കുട്ടിയുടെ മൃതശരീരം വീട്ടിൽ കിടക്കുന്ന സമയത്ത് അന്ന് മാധ്യമങ്ങൾ അന്തിച്ചർച്ച നടത്തുന്നുണ്ട്. അന്ന് ഒരു ഉളുപ്പുമില്ലാതെ അന്ന് അന്തിച്ചർച്ചയ്ക്ക് വന്ന വ്യക്തിയുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നിട്ട് അവൻ വന്നിരുന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? ആ കൊലപാതകത്തെ ന്യായീകരിക്കുന്നു. ആ പാനലിലിരുന്ന CPM-ന്റെയും മറ്റു പ്രതിനിധികളൊക്കെ അങ്ങനെ വാവൊളിച്ച് കേട്ടിരിക്കുകയാണ്. അവതാരകൻ അടക്കം വാവൊളിച്ച് കേട്ടിരിക്കുകയാണ്. ഒരാൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ ഇങ്ങനെ കഴിയാന്ന് വിചാരിച്ച്. അപ്പൊ ഒരു ഉളുപ്പുമില്ലാത്ത, ഒരു രീതിയിലുള്ള ഇത്തരം വിഷയങ്ങളിൽ ഒരു കൂസലുമില്ലാത്തവനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് കോൺഗ്രസിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് കോൺഗ്രസ് അന്നത്തെ ചർച്ചയ്ക്ക് ഇവനെ വിട്ടത്. ഇവൻ ഇനിയും വന്ന് ഈ രീതിയിലൊക്കെ പ്രതികരിച്ചില്ലെങ്കിൽ അതിശയുള്ളൂ. ഇവന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് അറിയാമോ? ഇവന്റെ ഗുണം എന്ന് വെച്ചാൽ ഇവന് നാണമില്ല എന്നുള്ളതാണ്. ഇവന് യാതൊരു രീതിയിൽ ഒന്നിനെ പറ്റി ഒരു കൂസലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നതാണ്. ഈ റീൽസിലൂടെ ഇങ്ങനെ കുറെ റീൽസോടി കളിച്ച് നടന്ന് രാത്രിയാകുമ്പോൾ മോനുസെ എന്നൊക്കെ പറഞ്ഞിറങ്ങുന്ന നിന്നെ പോലുള്ള പൊതുപ്രവർത്തകരെ ജനം തിരിച്ചറിയേണ്ടതുണ്ട്. പാലക്കാടിലെ ജനങ്ങൾ അത് തിരിച്ചറിയും. അവർ പ്രതിഷേധിക്കും, അവർ പ്രതികരിക്കും. എടാ, എല്ലാവരും വീട്ടിലുണ്ട് അമ്മയും പെങ്ങന്മാരും ഒക്കെ. ഇതിലൊന്നും രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമില്ല. ഇവനെയൊക്കെ പൊക്കി പിടിച്ചു നടക്കുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ രാഷ്ട്രീയമൊന്നും കാണേണ്ട കാര്യമില്ല. ഇമാതിരി തെമ്മാടിത്തരമൊക്കെ കാണിക്കുന്നവനെ മാറ്റി നിർത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നാളെ ഇവനൊക്കെ നമ്മുടെ വീട്ടിലേക്ക് പെണ്ണുങ്ങളോടും ഇവൻ ഈ രീതിയിൽ മോനോസ് സുഖമാണെന്നൊരു മെസ്സേജ് അയക്കും. അന്നാണ് ഇതിന്റെയൊക്കെ ശരിക്കുമുള്ള ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കൂ. അപ്പൊ ഇങ്ങനെയൊക്കെ തുറന്നു പറയാൻ നേരത്ത് ഏതെങ്കിലും ഒരുത്തവന്മാര്, ഏതെങ്കിലും ഞരമ്പന്മാര് അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തുമ്പോഴാണ് അയ്യോ ഇതൊക്കെ ഇത്ര വലിയ സംഭവമാണോ എന്ന് മനസ്സിലാവുകയുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. മോനെ രാഹുൽ മാങ്കൂട്ടമേ, നീ ഒരു ലോക ഫ്രോഡാണെന്നും നീ ഒരു ഗജരാജ ഫ്രോഡാണെന്നും നീ പൊതുമാലിന്യമാണ് രാഷ്ട്രീയ രംഗത്തെ ഒന്നും പറയാൻ ഒരു മടിയുമില്ല മോനെ. കാരണം നിനക്ക് വലിയ പ്രായമൊന്നുമില്ല, എന്റെ പ്രായമുള്ളൂ നിനക്ക്. നീ ഇപ്പൊ നിന്റേതായിട്ട് പുറത്തു വന്നുള്ള ഒരു കാര്യത്തിൽ നിനക്ക് ഇതുവരെയായിട്ട് നിനക്ക് പ്രതികരണം രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ റിനി എന്ന് പറയുന്ന പെൺകുട്ടി നടത്തിയിട്ടുള്ള പ്രതികരണം, അതിനുശേഷം അവന്തിക നടത്തിയുള്ള പ്രതികരണം, അതിനുശേഷം നിരവധി ആളുകൾ നടത്തിയുള്ള പ്രതികരണം, ഇതൊക്കെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ പൊതുമധ്യത്തിലുമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ പിണറായി വിജയന്റെ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവനെ MLA സ്ഥാനത്ത് നിന്ന് തെറിപ്പിക്കുന്നത് ആ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അയാളെ ഇങ്ങനെ ഇപ്പോഴും ആ MLA സ്ഥാനത്ത് തന്നെ ഇരുത്തുക എന്നുള്ളത്. കോൺഗ്രസ് പറയുന്നത് ഞാൻ ഈ ഒരു നടപടി സ്വീകരിക്കണമെന്ന് കോൺഗ്രസ് പറയുന്നത്. നാണമുണ്ടോ കോൺഗ്രസെ? നാണമുണ്ടോ എന്ന് ചോദിച്ചു പോവുകയാണ്. ഇതിലും ഭേദം നിങ്ങൾക്ക് അവനെ ഈ പാർട്ടിയുടെ അധ്യക്ഷനാക്കുകയായിരുന്നു എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്. പിന്നെ സതീശനും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും പിന്നെ ഇവനെ പൊക്കിപ്പിടിച്ചുകൊണ്ടൊക്കെ മറ്റേ തൃത്താല വാഴയൊക്കെ ഉണ്ടല്ലോ, അവരോടൊക്കെ പറയാനുള്ള ഒരു കാര്യം മാത്രമാണ്, രാഷ്ട്രീയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കുറച്ചൊക്കെ മര്യാദ എന്ന് കൂടി അർത്ഥമുണ്ട് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.